അങ്ങനെ പുതിയൊരു വീക്കെൻഡ് എത്തിയിരിക്കുന്നു. വീക്കെൻഡ് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരായിരിക്കും പുറത്താകുക എന്നുള്ളതായിരിക്കും നമുക്ക് എല്ലാവർക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത അതായിരിക്കും. യെസ്, ആ രണ്ടുപേര് ഇത്തവണ വീക്കെൻഡിൽ ഔട്ടാക്കുന്നത് രണ്ടുപേരാണ്, ഒന്നല്ല രണ്ടുപേര് ഔട്ടായിരിക്കുന്ന വാർത്ത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അഭിലാഷിന്റെ പേര് തന്നെയാണ്. അഭിലാഷ് പുറത്താകുന്നത് നമുക്ക് ഡേ 1 മുതൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പേര് അല്പം ഞെട്ടിക്കുന്നതാണ്. ജിഷിന്റേതാണ് രണ്ടാമത്തെ പേര്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പം ആര്യനോ സാബുമോനോ ഒക്കെ പുറത്താകുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിഷിന്റെ പേരാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. സോ ഈ ആഴ്ച ഔട്ടായിരിക്കുന്നത് അഭിലാഷും ജിഷ്ണുവാണ്. അതോടൊപ്പം തന്നെ സാബുമാനെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം സാബുമാൻ ഇപ്പോഴും അത്രത്തോളം പുള്ളിക്കാരൻ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. കാരണം ബിഗ് ബോസ് ഒരു മെറ്റീരിയൽ അല്ല സാബുമാൻ എന്ന് പറയുന്നത്. സാബുമാൻ വളരെ നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണ്, വളരെ ജെനുവിൻ ആണ്, വളരെ സിൻസിയർ ആയിട്ട് ഉള്ള ഒരു മനുഷ്യനാണ് സാബുമാൻ. പുള്ളിക്കാരന് പറ്റിയൊരു ഷോയേ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടറും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അന്ന് കൊടുത്ത ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ഹോട്ടൽ ടാസ്കിനകത്ത് പുള്ളിക്കാരനെ പിടിച്ച് വെളിയിൽ നിർത്തിയിട്ട് 24 മണിക്കൂറും ഒരു വെയിലത്ത് കൊണ്ടുവന്ന് നിർത്തിയായിരുന്നല്ലോ. അതിൽ വെളിയിൽ കിട്ടിയ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ആക്ച്വലി അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഭയങ്കര സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞൊരു സംഭവമായിരുന്നു. പുള്ളിക്കാരൻ ആ വെയിലത്ത് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ആ സീനൊക്കെ ഈ ഒരു ഇത് വെളിയിൽ ഭയങ്കരമായിട്ട് പുള്ളിക്കാരന് സപ്പോർട്ട് കിട്ടുന്നതിനുള്ള ഒരു കാരണമായി മാറി. അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു ആർക്കാണ്? ബിഗ് ബോസിനാണ്. കാരണം ബിഗ് ബോസ് ഒരു പക്ഷേ മറ്റുള്ളവരെ പോലെ അകത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടറും എല്ലാം കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മാസീവ് സപ്പോർട്ട് സാബുമാന് കിട്ടുമായിരുന്നില്ല. പക്ഷേ സാബുമാൻ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ആക്റ്റീവ് ആവുന്ന ആൾക്കാർ പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സാബുമാന്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞത്.